ഗൈസ് നിങ്ങൾക്ക് പണ്ടറിയായിരിക്കും ഒരു ശ്രീരക്ഷ ഞാൻ മേടിച്ചതുകൊണ്ട് അത് വളരെ കൗതുകകരമായ ഒരു സാധനമായിരുന്നു. കാരണം നമ്മൾ തൈ മേടിക്കുന്ന ഒരു ട്രെയിലാത്തായിരുന്നു ഈ നമ്മുടെ സാധാരണ കമ്പ് നമ്മൾ ഒന്നെങ്കിൽ ഇത്രയും തൊട്ട് ഇവിടം വരെ നമ്മൾ അളവെടുത്ത് വെട്ടി വലിയ വലിയ കമ്പുകൾ നടും. പക്ഷേ ഇത് നമ്മുടെ കൊട്ടാരക്കര കാർഷിക സർവകലാശാല എന്ന് മേടിച്ചതാണ് നമ്മൾ. അപ്പം ഇത് കണ്ടല്ലോ, ഇങ്ങനെ ട്രെയ്ക്കകത്ത് കണ്ട് ഇവിടം വരെ നിങ്ങൾ കുഞ്ഞു സാധനം വെച്ച് അതിങ്ങനെ കിളിച്ച് തന്നു. അപ്പോൾ നമ്മളൊരു 4 എണ്ണം മേടിച്ചായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ നട്ട് ആദ്യം നമ്മൾ 4 എണ്ണവും നട്ടതായിരുന്നു. പക്ഷേ 2 എണ്ണം നമ്മൾ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എലി വന്നതെല്ലാം നശിപ്പിച്ചാൽ കളഞ്ഞ്. പിന്നെ 2 എണ്ണം ഉള്ളൂ. അവിടെ ഒരു ചാക്കിൽ ഞാൻ നട്ടിട്ടുണ്ട്, ഇവിടെ നട്ടിട്ടുണ്ട്, 2 ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം ഇതാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഇത് കിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അതിന് ഒന്നുമില്ലെങ്കിലും വിഷമമൊന്നുമില്ല. കാരണം നമ്മൾ അതിനുള്ള കമ്പ് നമുക്ക് എത്ര വേണമെങ്കിലും നടാനുള്ള കമ്പാണ്. മുകളിൽ വരെയും കമ്പ് നിൽക്കുക. നമ്മൾ കുഞ്ഞു പീസായിട്ട് നമ്മൾ നടും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മൾ കുഞ്ഞൻ തയ്യാറിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് അതിശയപ്പെട്ട് നമ്മളോട് പറയുന്നുണ്ട് ഇത് കിളിക്കുമോ. പക്ഷെ എനിക്ക് അതിശയപ്പെട്ടൊന്നുമില്ലായിരുന്നു. കാരണം നമുക്കറിയാമായിരുന്നു കിളിക്കുമെന്ന് കിട്ടിയത്. കിളിക്കുമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു, കിളിക്കും ഉറപ്പായിരുന്നു. കാരണം ഒരു അതിശയകരമായി ഇത് ചെയ്യുമ്പോൾ ശ്രീരക്ഷ എന്നായിരുന്നു ഇതിൻ്റെ പേര്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ 4 എണ്ണം പെട്ടെന്ന് ഇങ്ങനെ മേടിച്ച് നമ്മൾ പെട്ടെന്നൊരു വീഡിയോ കിട്ടുകയാണ്. അപ്പം അന്ന് നമ്മളൊരു ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ എപ്പോഴും കാണുന്നൊരു നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ ഇത് വളരുമോ, നമുക്ക് വലുതാകുമ്പോഴും വീഡിയോ ഒക്കെ ഇടുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ ഇപ്പോൾ ശാസ്താംകോട്ടയിലെ CEO ആണ്. അപ്പം എല്ലാവരോടും കാണാനാണ് നമ്മൾ ഇത്രയും പിന്നെ ഒന്നും ഇല്ലെങ്കിലും കുഞ്ഞൊക്കെ ആണെങ്കിലും സന്തോഷമേ ഉള്ളൂ. കാരണം കുറേ നാളായി ഇത്രയേച്ചേ ഉള്ളൊരു സാധനം, കുഞ്ഞൊരു സാധനം, കുറച്ച് ഇലയിൽ നിന്ന സാധനം ഇപ്പോൾ ഇത്രയായി. പിന്നെ അതൊന്നും ഇല്ലെങ്കിലും നമുക്കിത് വെട്ടി നട്ട് ഇനിയും കുറേ ആക്കാം. അപ്പം നമുക്കിത് പതിയൊന്ന് പിഴുതിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്ക് നടക്കത്തില്ല, എൻ്റെ കൈ അങ്ങ് വിഴുവും. അപ്പം നമുക്ക് ഒരാളുടെ സഹായം കൂടെ വേണം. നല്ല ഇതുണ്ട്, വലിച്ചതൊന്നും വരുന്നില്ല, ഭയങ്കര പാടാ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടേക്ക് വന്നാലും 2 പേരും ഒന്നിച്ച് എന്നാലും നമ്മൾ പിടിച്ച് നോക്കിയിട്ടും കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ് കേട്ടല്ലോ. ഇത് കണ്ടല്ലോ, നല്ല ഇച്ചിരി അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. നമുക്കിത് എടുക്കാം. എടുത്തിട്ട് കാണാം. അതാ വരുന്നുണ്ട് ഗൈസ്, വരുന്നു ഗൈസ്. ഭയങ്കര വലിപ്പോ ഗൈസിന് കണ്ടോ. അല്ല, കപ്പയ്ക്ക് എന്നിട്ട് അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ട്. എന്താ കണ്ടല്ലോ, നൂല് പോലും കപ്പ ഗൈസ്. ഇത്രയുണ്ട് ഗൈസ്. എൻ്റെ ഗൈസ് ഒരുത്തം മിസ്സിങ് ആയിട്ടോ, അതിനെ നോക്കിയിട്ട് വരാം. ഗൈസ് കണ്ടോ, ഇവനായിരുന്നു വിളിച്ചിരുന്നേ. കണ്ടല്ലോ, ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ശ്രീരക്ഷ വിജയിച്ചിട്ടുണ്ട് കണ്ടല്ലോ. അത്രയും വലിയൊരു കപ്പയും കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ. അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയാൽ മതി, ഇതൊക്കെ ധാരാളം. ഇത്രയും മതി സന്തോഷിക്കാൻ, ഇതൊക്കെ മതി. ഇത്രയും നാളെടുത്ത ഒരു കുഞ്ഞ സാധനം വെച്ചിട്ട് ഇത്രയും കിട്ടി, അത് തന്നെ ഭാഗ്യം. പിന്നെ ഇത്രയും വലിയൊരു കമ്പനി കിടക്കുന്നത്, അത് നമ്മൾ ഇനി വെട്ടിയെടുത്ത് നമുക്ക് നടണം. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ നമ്മുടെ 2-2.5 കിലോ ആണ്. കാരണം എനിക്ക് പോലും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഞാനങ്ങ് പറയുകയാണ്, കാരണം ഇതെനിക്ക് താഴെ വെക്കണം, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 2-2.5-3 കിലോ അടുത്ത് കാണും ഗൈസ്. ഈ ഒരെണ്ണത്തിന് തന്നെ ഭയങ്കര വെയിറ്റ്, എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ കൈ അങ്ങ് പോവുക. അപ്പം ഇത് നമുക്ക് തന്ന KVKയ്ക്കും അത് മാത്രമല്ല പിന്നെ കൃഷിയിലേക്ക് പ്രേരിപ്പിച്ച നമ്മുടെ ഈ കൊട്ടാരക്കര കാർഷിക സർവകലാശാലയിലെ നമ്മുടെ ലേഹ മാഡത്തിലും പ്രത്യേകമായ ഒരു നന്ദി. അപ്പം അവരുടെ ഉദ്യോഗം വിജയിച്ചു. അവരുടെ ഉദ്യമം വിജയിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ നമ്മൾ വെള്ളം എടുത്തു. അതുകൊണ്ട് ഇനി നമ്മൾ ഇവനെ വെള്ളം എടുക്കുന്ന ഇപ്പോൾ തന്നെ ഉടനെ തന്നെ നമുക്ക് എൻ്റെ താഴെ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇവനെ ഇപ്പം തന്നെ പുഴുങ്ങും, സ്പോട്ടിൽ പുഴുങ്ങി കഴിക്കുന്ന വീഡിയോയും നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഷോർട്ടിടാം. ഇത് രണ്ടും നമുക്ക് അതിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളെല്ലാവരും പോയി കാണണം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളെല്ലാവരും പോയി
അത് കാണണം. പിന്നെ ഇത് കുഞ്ഞു തയ്യായിരുന്നു, അപ്പോൾ കൊണ്ടുവന്ന വീഡിയോയും ഈ 3 കൂടെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അതെല്ലാം ഞങ്ങൾ പോയി കാണണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ ബെല്ലൈക്കൻ ഞെക്കിയാൽ ഞങ്ങളുടെ ചെയ്യുന്ന വീഡിയോ എല്ലാം ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ബൈ.